Today we are going to study about the conducting system of the heart. They are also called as the junctional tissues of the heart. They are specialized excitatory cells and they conduct impulses within the heart. As we know, all the cardiac muscles have a property of excitability, but there are some areas that are totally specialized in excitation and conduction of impulses. So those parts of our heart are called as the junctional tissues of the heart or specialized excitatory conducting system of the heart. Now, which all are these areas? First, it is called the SA node or the sinoatrial node. ഈ സൈനോ ഏട്രിയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ വാക്കിലുണ്ട് ഏട്രിയൽ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് വിതിൻ ദി ഏട്രിയം. സൈനോ അപ്പെക്സ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ അതിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ടിൽ ഓഫ് ദി ഏട്രിയത്തിൽ ആൻഡ് ഇൻ ദി റൈറ്റ് ഏട്രിയത്തിലാണ് ഈ സൈനോ ഏട്രിയൽ നോഡ് കാണുന്നത്. Now, the next from the SA node, you come to the AV node, that is the atrioventricular node. Within the word itself, അതിനകത്തുണ്ട് ഏട്രിയോം വെൻട്രിക്കിളും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഓൾമോസ്റ്റ് അതിനടുത്തായിട്ടുള്ള ജംഗ്ഷനിലാണ് ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് കാണുന്നത്. ആൻഡ് ഈ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് ഏട്രിയോവെൻട്രിക്കുലർ സെപ്റ്റം പാസ് ചെയ്ത് ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റം, ദറ്റ് ഇസ് രണ്ട് വെൻട്രിക്കിൾസ് ഡിവൈഡ് ചെയ്യുന്ന ആ സെപ്റ്റത്തിൻ്റെ അതുവഴി കൂടെ വരുന്ന ആ ഭാഗം ഫ്രം ദി AV നോഡ് ഒരു ബണ്ടിൽ ഫോം ചെയ്ത് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദി interventricular septum, and that part of the conducting tissue is called as the bundle of His or the AV bundle. Now, e bundle of His branch ചെയ്യും after a short distance. bundle ആയിട്ട് ഫോം ചെയ്തതിന് ശേഷം it will branch into left and right bundle branch within the interventricular septum itself. എന്നിട്ട് അത് അപ്പെക്സ് ഓഫ് ദി ഹാർട്ട്, അതിൻ്റെ ബേസ് താഴെ വരെ അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് വരെ എത്തിയതിന് ശേഷം ഇറ്റ് ട്രാവൽസ് ഇൻ ടു ബോത്ത് ദി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ആസ് ഇൻ ദ ഫോം ഓഫ് പെർക്കിഞ്ചൻ ഫൈബേഴ്സ്. ആൻഡ് these nerves penetrate deep into the വെൻട്രിക്കുലർ മസിൽസ്. ഉള്ളിലോട്ട് കയറി വളരെ ഫാസ്റ്റായിട്ട് ഇമ്പൾസസ് ട്രാവൽ ചെയ്ത് ആ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് അത് നാച്ചുറലായിട്ട് പെർക്കിഞ്ചൻ ഫൈബേഴ്സ് പിയേഴ്സ് ഇൻ ടു ദി വെൻട്രിക്കുലർ മസിൽസ്. സോ ദീസ് ആർ ദി 4 junctional tissues: SA node, AV node, bundle of His and Purkinje fibers. Now, SA നോഡിനെ പറ്റി പറയുമ്പം ഇറ്റ് ഈസ് എ സ്മോൾ പോർഷൻ ഓൺ ദി വാൾ ഓഫ് ദി റൈറ്റ് ഏട്രിയം. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ക്ലോസ് ടു ദി ഓപ്പണിംഗ് ഓഫ് ദി സുപ്പീരിയർ വീന കേവ. സുപ്പീരിയർ വീന കേവയുടെ ജസ്റ്റ് ലാറ്ററലായിട്ടായിട്ടാണ് ഓൺ ദി അപ്പർ വാൾ ഓഫ് ദി റൈറ്റ് ഏട്രിയം SA നോഡ് കാണുന്നത്. ആൻഡ് SA നോഡാണ് generates a very high frequency of almost 60 to 72 beats per minute. ഈ ടൈംസ് പെർ മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ബീറ്റ്സ് പെർ മിനിറ്റ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെയർഫോർ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത് SA നോഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട്, വിച്ച് ജനറേറ്റ്സ് ദി ഹയസ്റ്റ് frequency of impulse, and it stays dominant from the other junctional tissues. Now, from the SA node, ഈ SA node നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ഇമ്പൾസസ് പോകും ആൻഡ് താഴോട്ട് ത്രൂ ദി AV
node, from the SA node, it is transmitted to the AV node by through AV bundles. And ഈ AV bundles എന്ന് പറയുന്ന anterior, posterior and എന്തുവാ lateral ആയിട്ടുള്ള ബണ്ടിൽസ് ഉണ്ട്. സോ ഫ്രം ദി SA നോഡ് AV നോഡിലോട്ട് ഈ ഫൈബേഴ്സ് ആണ് കണക്ട് ചെയ്ത് AV നോഡിലോട്ട് കൊണ്ടുവരുന്നത്. നൗ ഫ്രം ദി AV നോഡ് a small AV node എവിടെയാണ് സിറ്റുവേറ്റഡ്? ഇറ്റ് ഈസ് എ സ്മോൾ പോർഷൻ ഓൺ ദി വോൾ ഓഫ് ദി റൈറ്റ് ഏട്രിയം ഇറ്റ് സെൽഫ്. പക്ഷേ ടോപ്പ് പാർട്ടല്ല, ബോട്ടം പാർട്ടാണ്, വിച്ച് ഇസ് ക്ലോസ് ടു ദി ഏട്രിയോവെൻട്രിക്കുലർ സെപ്റ്റം ആൻഡ് ദി ട്രൈകസ്പിഡ് വാൽവ്. അവിടെയായിട്ടാണ് ഏട്രിയോവെൻട്രിക്കുലർ നോഡ് കാണുന്നത്. ആൻഡ് ഇതിൻ്റെ ഇമ്പൾസ് എന്ന് പറയുന്നത് 50 ബീറ്റ്സ് പെർ മിനിറ്റിലായിരിക്കും ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് ട്രാൻസ്മിഷന് ഒരു വളരെ സ്ലോ ആയിട്ടാണ് AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ്സിലോട്ട് ട്രാൻസ്മിഷൻ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇറ്റ് ഇസ് റൗണ്ട് 0.05 മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു സ്ലോനെസ്സിൽ AV ബണ്ടിലിൽ നിന്ന് പെർക്കിഞ്ച് ഫൈബേഴ്സിലോട്ട് പോകാനുള്ള കാരണം ഇറ്റ് ഈസ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദി ഏട്രിയം ഫുള്ളി കോൺട്രാക്ട്സ്. മുകളിലത്തെ ചേമ്പേഴ്സ് നന്നായിട്ട് കോൺട്രാക്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വെൻട്രിക്കിൾസ് കോൺട്രാക്റ്റ് ചെയ്യാവൂ. അതിനുവേണ്ടി ആണ് നേച്ചറായിട്ട് തന്നെ ഈ AV നോഡിൽ നിന്ന് പെർക്കിഞ്ചൻ ഫൈബേഴ്സിലോട്ട് പോകുന്നതിൻ്റെ ആ ട്രാൻസ്മിഷൻ്റെ സ്പീഡ് വളരെ സ്ലോ ആക്കി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 0.05 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആൻഡ് ദിസ് സിഗ്നിഫിക്കൻറ്റ് ഡിലേ ഈസ് നോൺ ആസ് ദി AV നോഡൽ ഡിലേ. ഓക്കെ, നൗ അതിനുശേഷം ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത് ഫ്രം ദി ഇറ്റ് ഇസ് എ ബാൻഡ് ഓഫ് തിക്ക് മസിൽ റണ്ണിങ് അലോങ് ദി ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റം. ഞാനത് പറഞ്ഞു. ആൻഡ് ഡിവൈഡ്സ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്. അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഇമ്പൾസ് ജനറേഷൻ എന്ന് പറയുന്നത് ഈസ് 40 ബീറ്റ്സ് പെർ മിനിറ്റ്. ഓക്കെ, ആൻഡ് പെർക്കിഞ്ചൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ദേ പെനിട്രേറ്റ് ഇൻ ടു ദ മസിൽസ് ഓഫ് ദി ventricular myocardium and conduct impulses very rapidly at a speed of 4 meters per second. അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് ഈ എന്തുവാ സ്പീഡിൽ impulses can be spread very fast and the myocardium can contract fast and efficiently. Now SA node എന്ന് പറയുന്നത് ആണ് ഏറ്റവും സ്പീഡിൽ ഫ്രീക്വൻസിയിൽ എന്തുവാ ഇമ്പൾസസ് ട്രാൻസ്ഫർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദി പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട്. ഇനി എന്തേലും ഒരു കാരണവശാൽ SA നോഡിന് എന്തേലും ഒരു കുഴപ്പം പറ്റി, ഇറ്റ് ഇസ് മാൽ ഫങ്ഷനിങ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരുന്ന ഫൈബേഴ്സ് ആൻറ്റീരിയർ മിഡിൽ ലാറ്ററൽ ഫൈബേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ടുവേർഡ്സ് ദി AV നോഡ്, ആ ഫൈബേഴ്സിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വരുക, ഇമ്പൾസസ് കറക്റ്റായിട്ട് AV നോഡിലോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ദി AV നോഡ് വിൽ ഡു ഇസ് SA നോഡിൻ്റെ എന്തുവാ പ്രവർത്തനം അവൻ സ്വയമേ ഏറ്റെടുക്കും. എന്നിട്ട് he will start as the pacemaker if the SA node is unable to take a produce an excitatory effect on the heart. The AV node will take over its place, okay, and it will act as a pacemaker. So that kind of pacemakers other than the SA node are called as the ectopic pacemaker. So ഈ ഡയഗ്രാം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞ് ഇരിക്കണം.